നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആര്യന്മാരെക്കുറിച്ച് ആണ്. ആര്യന്മാരുടെ ഉത്ഭവം എവിടെയാണ് സംഭവിച്ചത്, ഈ ആര്യന്മാർ ഏത് ദേശത്തുനിന്ന് എങ്ങോട്ടാണ് നീങ്ങിയത്, ഏതെല്ലാം ദേശങ്ങളിൽ ചെന്ന് അവർ ഏതെല്ലാം ലൊക്കേഷനിൽ അവർ താമസമുറപ്പിച്ചിട്ടുണ്ട്, അത് എത്ര കാലം താമസമുറപ്പിച്ചിട്ടുണ്ട്, അവരെങ്ങനെയാണ് പിന്നീട് പടിഞ്ഞാട്ട് നീങ്ങി അവർ പല പല ദേശങ്ങളിലൂടെയും നടന്ന് ഏഷ്യ മൈനർ വഴി പോളണ്ട് വഴി ജർമ്മനിയിലേക്കും പിന്നെ അതുപോലെ സെൻട്രൽ ഏഷ്യ വെസ്റ്റ് ഏഷ്യ കടന്ന് അവർ ഗ്രീക്കിലേക്കും അതുപോലെ സെൻട്രൽ ഏഷ്യ വഴി അവർ ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ്, ഏതെല്ലാം കാലത്താണ്, ഇങ്ങനെ ഇവർ പോകുമ്പോൾ ഓരോ ലൊക്കേഷനിലും എത്രമാത്രം എത്ര നൂറ്റാണ്ടുകൾ അവർ ജീവിച്ചിരുന്നു, അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ റിലീജിയൻ എന്താണ്, അവരുടെ ജീവിത രീതി എന്താണ്, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ആര്യന്മാർ മംഗോളിയൻ ദേശത്ത് നിന്നാണ് അവരുടെ യാത്ര പുറപ്പെട്ടതെന്നാണ് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ കഴിയുന്നത്. മംഗോളിയൻ ദേശത്ത് തുടങ്ങി ഒരു യൂറേഷ്യ വരെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് അവർ, അതിൽ പുൽമേടുകളിലൂടെയാണ് അവരുടെ യാത്ര എന്നാണ് അറിയപ്പെടുന്നത്. മംഗോളിയൻ ദേശത്തു നിന്ന് തുടങ്ങി അവർ പടിഞ്ഞാറൻ ദിശകളിലേക്ക് നീങ്ങി ഏകദേശം ഒരു 4000 വർഷത്തോളം എടുത്തു അവർ സെൻട്രൽ ഏഷ്യയിലും ഏഷ്യ മൈനറിൽ എത്താനും എടുത്തെന്നുള്ള നമുക്ക് ചരിത്രത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അവർ ഏഷ്യ മൈനർ വഴി പിന്നീട് പോളണ്ടിലേക്കും അവിടെ കുറേ നാൾ താമസിച്ചു. കഴിഞ്ഞിട്ട് വീണ്ടും അവർ ജർമ്മനിയിലേക്ക് പോയി. അവർ 2000 വർഷത്തോളം ജർമ്മനിയായിട്ട് ബന്ധപ്പെട്ട് താമസിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അവർ ഏഷ്യ മൈനറിൽ നിന്ന് നേരെ വെസ്റ്റ് ഏഷ്യ വഴി സെൻട്രൽ ഏഷ്യയ്ക്ക് വരികയും സെൻട്രൽ ഏഷ്യയിൽ ഏകദേശം വരുമ്പോൾ അവർ BC 4000 മണ്ടിലാണ് സെൻട്രൽ ഏഷ്യയിൽ എത്തിയതെന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. ഈ സെൻട്രൽ ഏഷ്യയിൽ അവർ ഏകദേശം 2500 വർഷത്തോളം താമസിച്ചതിന് ശേഷം അവർ മോസസിന്റെ കാലത്തോടുകൂടി മോസസിന്റെ വരവോടുകൂടി അവരവിടെ നിന്ന് പ്രധാനമായിട്ടും ഏകദേശം 1500 BC അവർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അവർ ക്രമേണ ചെറുതായിട്ട് സെറ്റിലായി എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇന്ത്യയിൽ അവർ വരുന്നത് വരെ ഈ മംഗോളിയൻ ദേശത്തു നിന്നുള്ള ഇവരുടെ ആര്യന്മാരുടെ യാത്രയും പല പല ലൊക്കേഷനിൽ അവർ തങ്ങുകയും പല ലൊക്കേഷനിൽ അവർ നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുകയും അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി അവിടെയും താമസിക്കുകയും അങ്ങനെ ഏഷ്യ മൈനറിൽ കുറെ നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുകയും അങ്ങനെ സെൻട്രൽ ഏഷ്യയിൽ വന്ന് അവർ നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുകയും അങ്ങനെ ഏകദേശം 7000 വർഷത്തോളം ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, നമ്മൾ സാധാരണ ഭാഷ പറയുമ്പോൾ നൊമാഡിക് പീപ്പിളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഏകദേശം അവസാനം BC 1500 അവർ ഇന്ത്യയിലേക്ക് കടന്ന്, അതായത് ഇൻഡസ് വാലിയിലേക്ക് കടന്ന് അവർ ഇൻഡസ് വാലിയിൽ താമസമുറപ്പിക്കുകയും ക്രമേണ ഇൻഡസ് വാലിയിൽ ജനങ്ങളായിട്ട് ഇടപെട്ട് വരികയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ ജീവിത രീതി അനുസരിച്ച് ഇവർ നൊമാഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിച്ച ഒരു വിഭാഗക്കാരായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. നൊമാഡിക് എന്ന് പറഞ്ഞാൽ ഇപ്പം മംഗോളിയൻ ദേശത്തു നിന്നാണ് അവർ വരുന്നതെങ്കിലും ഒരു ദേശത്തെ പ്രത്യേകമായിട്ട് തങ്ങാത്ത രീതിയിൽ ഒരു ദേശം വിട്ട് അടുത്ത ദേശം, ആ ദേശത്ത് കുറേ നാൾ താമസിക്കുക, പിന്നെ അവിടെ നിന്ന് വിട്ട് അടുത്ത ദേശം, ഇങ്ങനെ ഓരോ ദേശങ്ങളും മാറി മാറി താമസിക്കുകയും ആ ദേശത്തുനിന്ന് മറ്റു ദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ ദേശത്തുനിന്ന് പലായനം ചെയ്യുകയോ ചെയ്യുന്ന രീതിയായിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ ആര്യന്മാരുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കാലം അത്രയും നമുക്ക് കാണാൻ പറ്റുന്നത് ദേശാന്തരമായിട്ട് ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നൊമാഡിക് പീപ്പിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിത രീതി തന്നെയാണ് അതിൻ്റെ കാരണം. ഇവർ ഒരിടത്ത് താമസിക്കുന്നതിനുള്ള ജീവിത രീതിയല്ല, ഒരിടത്ത് താമസിക്കുക, ഒരു പെർമനൻ്റായിട്ട് താമസിക്കുക, പെർമനൻ്റായിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ജീവിതമല്ല ഇവരൊരു അഗ്രികൾച്ചറൽ സമൂഹമായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ ഇവർ ആടുമേടുകളെ മേയ്ക്കുന്നവരാണെന്ന് ചില ആളുകൾ പറയുന്ന പോലെ ഇവരൊരു പാശ്ചറിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ആടുമേടുകളെ മേയ്ച്ച് ജീവിക്കുന്ന ആളുകളായിട്ടും നമ്മൾ കാണുന്നില്ല. ഇവർക്ക് അഗ്രികൾച്ചർ ഇല്ല, ആടുമാടുകൾ മേയ്ക്കുന്നതായിട്ട് കാണുന്നില്ല,
ഇവർ താമസിച്ച സമൂഹത്ത് അല്ലെങ്കിൽ എവിടെയാണോ ചെല്ലുന്നത് ആ താമസിക്കുന്ന സമൂഹമായിട്ട് ഒരു പെർമനന്റ് ഒരു റിലേഷൻ, ഒരു സോഷ്യൽ റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഇവരെ പെർമനന്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു അഗ്രികൾച്ചറൽ കൾച്ചറോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററസ് കൾച്ചറോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു സമൂഹമോ അല്ലെങ്കിൽ ആടുമേടുകളെ മേയിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമുള്ള സമൂഹമാണ് പെർമനന്റ് ആയിട്ട് എവിടെയും സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, ഇവരുടെ ജീവിത രീതിയും ഇവരുടെ സംസ്കാരവും ഇവരുടെ മതവും ഇവരുടെ ആചാരങ്ങളും മറ്റു മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങളെയും കാണിക്കുന്നത് ഇവരൊരിക്കലും പെർമനന്റ്ലി ഒരു സ്ഥിരതാമസക്കാരല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇവരുടെ ഈ പറയുന്ന പ്രകൃതം എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇവർ പൊതുവെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, സെറ്റിൽ ചെയ്ത് ജീവിക്കാത്ത ഒരു നൊമാഡിക് വർഗമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു അഗ്രികൾച്ചർ സമൂഹമല്ല എന്നും അതുപോലെ തന്നെ ഇവരൊരു പാസ്റ്ററിസ്റ്റ് സമൂഹമല്ല എന്നും നമുക്ക് മനസ്സിലായി. മാത്രമല്ല നമ്മളെ ഏൻഷ്യന്റ് പീരീഡ് നമ്മൾ കാണുന്ന പോലെ, ഇപ്പൊ ക്രിസ്തുദേവൻ പറയുന്ന പോലെ, നീ നിന്റെ വിയർപ്പ് കൊണ്ട് നിന്റെ അധ്വാനിച്ചുകൊണ്ട് നീ ജീവിക്കുക, നീ ഭക്ഷണം കഴിക്കുക, നീ അപ്പം കഴിക്കുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കാർൽ മാർക്സ് പറയുന്ന പോലെ അധ്വാനിക്കുന്നവരുടെ ജീവിതം, ലേബർ കമ്മ്യൂണിറ്റിയുടെ ജീവിതം, അതിനാണുള്ള മഹത്വം എന്ന് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ബുദ്ധൻ പറയുന്ന പോലെ കർമ്മം ചെയ്തുകൊണ്ടോ ധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള സങ്കല്പങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം ഇവർ അധ്വാനമായിട്ടോ മണ്ണിൽ പണിയെടുക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ ലേബേഴ്സിൻ്റെ സംസ്കാരത്തോടു കൂടിയവർ അല്ല എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ ചരിത്രം അന്വേഷിച്ചിറങ്ങുമ്പോൾ കാണാൻ പറ്റും. ഇതൊന്നും കൂടാത്ത മറ്റു ചില സങ്കല്പങ്ങളുടെ ലോകത്താണ് ഇവർ ജീവിച്ചു വരുന്നത്. ഇവർ പ്രധാനമായിട്ടും ഒരുതരം റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജനവിഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് റിലീജിയസ്ലി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രൈബുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇവർക്ക് ചില ക്ലെയിമുകളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ ചില അവകാശങ്ങളുടെ ആളുകളായിട്ട്, ചില അവകാശങ്ങൾ അവർക്ക് ജന്മന പ്രകൃതിയായി കിട്ടിയിട്ടുള്ള ആളുകളായിട്ടാണ് ഇവരുടെ കാഴ്ചപ്പാടും പെരുമാറ്റ രീതികളും സംസ്കാര ഇടപെടലുകളെല്ലാം. ഇവര് വളരെ മേന്മയുള്ള ട്രഡീഷനിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നും പൂർവ്വ പിതാമഹന്മാർ പല പല കാരണങ്ങൾ കൊണ്ടും ആധ്യാത്മികമായ സ്പിരിച്വൽ ആയിട്ടുള്ള ചില ഡിവൈൻ തിയറി അനുസരിച്ച് ജീവിച്ചു പോകുന്നവരാണെന്നും ഇവർക്ക് ചില ജന്മന അല്ലെങ്കിൽ പ്രകൃതിയ അല്ലെങ്കിൽ ജീവിതത്തിൽ പല പല പ്രത്യേകമായ അവകാശങ്ങളുണ്ടെന്നും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള രൂപലാഭങ്ങളുള്ളവരാണെന്നും അതുകൊണ്ട് മറ്റു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് പ്രത്യേകമായ ജീവിതങ്ങളും പ്രത്യേകമായ അവകാശങ്ങളും പ്രത്യേകമായ അധികാരങ്ങളും അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളും എല്ലാം ഇവർക്ക് പ്രത്യേകം ഉള്ളതായിട്ടാണ് ഇവരെ പറയുന്നത്. ഇവരുടെ പെരുമാറ്റത്തിലും ഇവരുടെ സംസാരത്തിലും ഇവരുടെ ഭാഷയിലും ഇവരുടെ ചിന്തകളിലും ഇവരുടെ ഇടപെടലുകളിലും എല്ലാം ഈ പ്രത്യേകമായ അവകാശങ്ങൾ പ്രത്യേക ക്ലെയിമുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ക്ലെയിമുകൾ അവകാശപ്പെടുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ന് ഇവർ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം റിലീജിയസ് ട്രൈബുകളുടെ കൂട്ടമാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. അവയെ പ്രത്യേകമായിട്ട് ക്ലെയിമുകളോടുകൂടി അല്ലെങ്കിൽ അവകാശങ്ങളോടുകൂടി പ്രത്യേകമായ കാര്യങ്ങൾ അവകാശപ്പെടുന്ന ഇവർ ഇതിനെല്ലാം ഒരു ഡിവൈൻ തിയറി ആരോപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഡിവൈൻ തിയറികൾ അനുസരിച്ചാണ് ഇവർ ജീവിക്കുന്നതെന്നാണ് ഇവർ കാണുന്നത്. ഈ ഡിവൈൻ തിയറിയോടുകൂടി ജീവിക്കുന്ന ഇവർ എല്ലാത്തിനും ഈ ഡിവൈൻ തിയറി വെച്ച് ജസ്റ്റിഫൈ ചെയ്യുകയും അത് ആ ഡിവൈൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ജീവിതത്തിനകത്ത് പെരുമാറ്റ രീതിയിലൂടെയും സംസാര രീതിയിലൂടെയും മനുഷ്യ ബന്ധങ്ങളിലൂടെയും ഡെയിലി ആക്ടിവിറ്റീസിലൂടെയും ഇവർ അവിടെ എല്ലാ കാര്യങ്ങളും ഡിവൈൻ തിയറി അപ്ലൈ ചെയ്താണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള ക്ലെയിമുകളും കാര്യങ്ങളും സുപ്പീരിയോറിറ്റി ഉള്ളത് കൊണ്ട് ഇവർ എവിടെയാണോ ജീവിക്കുന്നത്, ഇപ്പോൾ മംഗോളിയൻ പ്രദേശത്താണെങ്കിലും ഏഷ്യ മൈനറിലാണെങ്കിലും യൂറേഷ്യയിലാണെങ്കിലും അല്ലെങ്കിൽ പുൽമേടുകളിലൂടെ അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെ നടന്നു നീങ്ങുന്ന ഏത് ലൊക്കാലിറ്റിയിൽ ജീവിച്ചാലും, ഇപ്പം
ജർമ്മന് യൂറോപ്പിലാണെങ്കിലും സെൻട്രൽ ഏഷ്യയിലോ ഇന്ത്യയിലോ ജീവിച്ചാലും ഇവർ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് ആ സ്ഥലത്തുള്ള ആ ലൊക്കാലിറ്റിയിൽ ആ ജനങ്ങളുടെ ആയിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും അവരുടെ ജനങ്ങളുടെ സദാചാരങ്ങളോ അല്ലെങ്കിൽ സദാചാരത്തിൻ്റെ വാല്യൂസോ നിയമങ്ങളോ സാമൂഹ്യ ബന്ധങ്ങളോ അതിന് മര്യാദകളോ മറ്റു കാര്യങ്ങൾ സാമൂഹ്യ പൊളിറ്റിക്കലായിട്ടുള്ള കസ്റ്റമറി പ്രാക്ടീസ് ഒന്നും ഇവർ അംഗീകരിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാറില്ല. നേരെ മറിച്ച് ഇവർ ഏതേത് ലൊക്കേഷനിലാണ് താമസിക്കുന്നത് ആ ലൊക്കേഷനിലുള്ള ജനങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കസ്റ്റമറി പ്രാക്ടീസും നിയമങ്ങളെയും കണ്ടീഷനെയും വയലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് എപ്പോഴും ഒരു കോൺട്രാ പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഇടപെടുന്നതും അവർ മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള സ്രോതസ്സുകൾ വരുമാന മാർഗം അല്ലെങ്കിൽ ജീവിക്കുന്നതിനുള്ള കാര്യങ്ങളെ സ്വരൂപിക്കുന്നത് ഇവർ അഗ്രികൾച്ചറിലൂടെയല്ല, പാസ്റ്ററിലൂടെയല്ല. അതുപോലെ നമ്മൾ പല ചിന്തകന്മാരും ദാർശനികന്മാരും പറയുമ്പോൾ അധ്വാനിച്ചോ മണ്ണിൽ പണിയെടുത്തോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ധർമ്മങ്ങളോ ചെയ്തല്ല ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇവിടെ ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും എല്ലാം മറ്റു ചില കാര്യങ്ങളെ ഇവരെ ആശ്രയിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ആദ്യമേ നമ്മൾ പറഞ്ഞു ഇവർ ഒരുതരം റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രൈബുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രൈബുകളാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതം തന്നെ റിലീജിയസ് ആയിട്ടുള്ള ചില തന്ത്രങ്ങളിലൂടെയും ചില മന്ത്രങ്ങളിലൂടെയും ചില ടെക്നിക്സും മെത്തേഡ് ഉപയോഗിച്ചാണ് ഇവർ ജീവിതമാർഗം കണ്ടെത്തുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ ഏത് ദേശത്ത് ഏത് ജനങ്ങളുടെ ഇടയിലാണ് താമസിക്കുന്നത് ആ അവരുടെ ഇടയിൽ ചില തന്ത്രങ്ങളും ചില ടെക്നിക്സും മെത്തേഡും ഉപയോഗിച്ച് ചില ട്രിക്കുകൾ ഉപയോഗിച്ച് ഇവർ ജീവിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആയതുകൊണ്ട് റിലീജിയന് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ റിലീജിയന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഇവർ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ട് യജ്ഞങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, യാഗങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഈ ആര്യന്മാർ പോകുന്ന ലൊക്കാലിറ്റിയിൽ പല സ്ഥലങ്ങളിലുമായിട്ട് വിഗ്രഹാരാധനകളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. വിഗ്രഹാരാധനയായിട്ട് പ്രീസ്റ്റുകളുടെ ജീവിത രീതി നമുക്ക് കാണാം. ചില ലൊക്കേഷനിൽ ഇവർ ഫാളിക് വേർഷിപ്പിൽ അഥവാ ലിംഗാരാധനയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുന്നത് ആയിട്ട് നമുക്ക് കാണാം. മറ്റു ചില ലൊക്കേഷനിൽ ഇവർ ഫയർ ടെമ്പിൾ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈശ്വരനെ ഫയറായിട്ട് കണ്ടുകൊണ്ട് അവർ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഏതെല്ലാം ലൊക്കേഷനിലാണോ ഇവർ പോകുന്നത് ആ ലൊക്കേഷനിലെല്ലാം ഇവർ റിലീജിയസ് പീപ്പിളായിട്ട് ജീവിക്കുകയും ആ ലൊക്കേഷനിലെല്ലാം ഇവർ യജ്ഞങ്ങളും യാഗങ്ങളും അല്ലെങ്കിൽ എന്താണ് വിഗ്രഹാരാധനയും ഫയർ ടെമ്പിൾ രൂപീകരിച്ച് ഈശ്വരനെ ആരാധിക്കുകയും അതുപോലെ വിഗ്രഹാരാധനയിൽ ലിംഗാരാധനയിലെല്ലാം ഇടപെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള ഏത് രീതിയിലുള്ള ആരാധന സമ്പ്രദായമാണെങ്കിലും യജ്ഞങ്ങളും യാഗങ്ങളും വിഗ്രഹാരാധനയും എല്ലാം ഇത് ഇവരുടെ ജീവിത വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ജീവിതത്തിലേക്കുള്ള വരുമാന മാർഗങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ, ധനപരമായ മറ്റ് വരുമാന മാർഗങ്ങൾ, ഭക്ഷ്യവിഭവങ്ങള് വരുമാന മാർഗങ്ങൾ, അതുപോലെ ഇവരുടെ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം ഇവർ താമസിക്കുന്ന അതാത് ദേശത്തുള്ള ജനങ്ങളിൽ നിന്ന് പിരിച്ച് ഷെയർ ചെയ്ത് പിരിച്ച് സ്വരൂപിച്ചാണ് ഇവരുടെ മതപരമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവർ നടത്തുന്ന ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഫങ്ഷൻ സെറമണി അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും പൂജകളും വിധികളെല്ലാം ഏത് ലൊക്കാലിറ്റിയിലാണ് ഇവർ താമസിക്കുന്നത് ആ ലൊക്കാലിറ്റിയിൽ 1-2 ദിവസമല്ല ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം, ചിലപ്പോൾ 3-4 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞങ്ങളായിട്ടായിരിക്കും ഇവർ ചെയ്തു കൂട്ടുന്നത്. ഇത് വെറും ഒരു യജ്ഞമോ അല്ലെങ്കിൽ യാഗമോ അല്ല, അത് ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഐശ്വര്യത്തിനും പൂർണ്ണതയ്ക്കും അതുപോലെ വെൽഫെയറിനും വേണ്ടിയിട്ടാണ്, ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ അവകാശങ്ങൾ. പക്ഷേ ഈ യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും പൂജകളും ചെയ്യുന്നതിലേക്ക് റിലീജിയസ് ആക്ടിവിറ്റീസിലേക്ക്
അവരുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും അതിലേക്ക് പിരിവ് കൊടുക്കണം, എല്ലാവർക്കും അതിൽ ഷെയർ ചെയ്യണം, ഇടണം എന്നുള്ളതാണ് അതിൻ്റെ ഡിവൈൻ തിയറി. ഡിവൈൻ തിയറിയാണത്. ആ ഡിവൈൻ തിയറി അനുസരിച്ച് അവരുടെ ക്ലെയിം പറയുന്നത് ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഒരു വിവേചനവും കൂടാതെ ഇതിൻ്റെ ചെലവിലേക്ക് എല്ലാവരും സംഭാവന നൽകണം എന്നുള്ളതാണ്. അത് കറൻസി ആയിട്ടും കോയിൻസ് ആയിട്ടും ധനമായിട്ടും ഭക്ഷണപാനീയങ്ങളായിട്ടും സംഭാവന നൽകണം. അതുകൂടാതെ എന്താണ് മറ്റു ചില വിഭവങ്ങളും ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഈ യാഗങ്ങളും യജ്ഞങ്ങളും അല്ലെങ്കിൽ കർമ്മങ്ങളും ഒരു സാധാരണ രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല. ഈ യജ്ഞങ്ങളും യാഗങ്ങളും ഈ കർമ്മങ്ങളും ഒരു നോൺ വെജിറ്റേറിയൻ ആക്ടിവിറ്റിയാണ്. നോൺ വെജിറ്റേറിയൻ ആയിട്ട് നന്നായിട്ട് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്താൽ മാത്രമേ ഈ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ഒരു പൂർണ്ണതയും ഒരു സമ്പൂർണ്ണതയും അതിന് ഫലപ്രാപ്തിയും ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കയ്യിലുള്ള ആടുമാടുകളെയും പശുക്കളെയും കോഴികളെയും താറാവിനെയും എല്ലാം നോൺ വെജിറ്റേറിയൻ ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഷെയർ ചെയ്ത് അവരെല്ലാം സംഭാവന നൽകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. അങ്ങനെ 3-4 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും അവസാനം ഈ പറയുന്ന ധനാദികളും നന്നായിട്ട് ഉപയോഗിക്കുകയും ആടുമാടുകളെയും കോഴികളെയും താറാവിനെയും നന്നായിട്ട് ബലി കഴിക്കുകയും അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ദൂർത്തടിച്ച് ജീവിക്കുന്ന, അതാത് നാട്ടിലെ ജനങ്ങളുടെ ധനവും അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗവും നന്നായിട്ട് സൗകര്യങ്ങളെല്ലാം ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഈ ആര്യന്മാർ. അങ്ങനെ ഡിവൈൻ തിയറി അനുസരിച്ച് യജ്ഞങ്ങളും യാഗങ്ങളും മറ്റ് കർമ്മങ്ങളും മതപരമായ എല്ലാ ചടങ്ങുകളും ആചരിക്കുകയും നന്നായിട്ട് നോൺ വെജിറ്റേറിയൻ പ്രാക്ടീസ് ചെയ്ത് ആടുമാടുകളെ ബലി കഴിക്കുകയും അത് പിന്നെ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പല രീതിയിലും പാകപ്പെടുത്തി ചിലപ്പോൾ ചില രീതിയിൽ വേവിച്ചു നിന്ന് ചില വറുത്ത് നിന്ന് മറ്റു ചില കാര്യങ്ങളിൽ എന്നുണ്ടെങ്കിൽ മാംസങ്ങൾ ചുട്ടു നിന്ന് ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഇതെല്ലാം ഡിവൈൻ തിയറി അനുസരിച്ചാണ് ചെയ്തു പോരുന്നത്. മാത്രമല്ല ഈ പറയുന്ന മതപരമായ ഓരോ ചടങ്ങിലും ഒന്നുകിൽ അത് ഓരോ ദിവസത്തിൻ്റെ അവസാനമായിട്ട് അല്ലെങ്കിൽ യാഗങ്ങൾ തീരുന്ന ആഴ്ചകളിലോ മാസങ്ങളിലോ അന്ത്യയാമങ്ങളിൽ മറ്റൊരു ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മിക്കവാറും യാഗങ്ങളും യജ്ഞങ്ങളെല്ലാം നടത്തുന്ന ആ കൂട്ടത്തിൽ പ്രീസ്റ്റുകളായിരിക്കും. പല പ്രീസ്റ്റുകളും മിക്കവാറും അവിവാഹിതരായിരിക്കും. ചിലപ്പോൾ മറ്റു ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ പ്രീസ്റ്റുകൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ കാണും. മറ്റു ചില ഘട്ടങ്ങളിൽ നമുക്ക് കാണാമെങ്കിൽ പ്രീസ്റ്റുകളെല്ലാം സമൂഹത്തിലെ അവരുടെ സ്വന്തമായിട്ടുള്ള സമൂഹത്തിലെയോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ സമൂഹത്തിലെയോ സ്ത്രീകളായിട്ട് സെക്ഷൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ യാഗങ്ങൾ നടക്കുന്ന ദിവസങ്ങളുടെ അവസാനമോ ആഴ്ചകളുടെ അവസാനമോ അല്ലെങ്കിൽ യാഗങ്ങളുടെ അവസാനമായിട്ട് അവർ യാഗം ചെയ്യുന്ന ആ പ്രദേശത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന ആളുകളുടെ, അവിടുത്തെ ജനങ്ങളുടെ, ഇവരുടെ ജനങ്ങളല്ല ആ പ്രദേശത്തെ ജനങ്ങളുടെ, ആ ജനങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്ന സുന്ദരിമാരായ അല്ലെങ്കിൽ മാതകത്വമുള്ള നല്ല സ്ത്രീകളെ ഡിവൈൻ തിയറി അനുസരിച്ച് അവര് അവകാശപ്പെടുകയും അങ്ങനെ ഇവരുടെ ഡിവൈൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ഇമോറൽ ആക്ടിവിറ്റീസിലേക്ക് സെക്ഷലായിട്ട് ബന്ധപ്പെടുന്നതിനും ആ പ്രദേശത്തുള്ള നല്ല സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഡിവൈൻ ഇംപ്രിഗ്നേഷൻ, ഡിവൈൻ ആയിട്ടുള്ള ഗർഭം ദാനം ചെയ്യുന്നതിലേക്ക് ഉള്ള നടപടിക്രമങ്ങളും നമുക്ക് ഇതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഡിവൈൻ തിയറി അനുസരിച്ച് അതിൻ്റെ വിധിപ്രകാരം അതാത് ദേശത്തെ ജനങ്ങളിൽ നിന്ന് എല്ലാ രീതിയിലുള്ള ധനസമാഹരണങ്ങൾ സമാഹരിച്ച് ആടുമാടുകളെ സംഘടിപ്പിച്ച് അതുകൊണ്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അടിച്ചു മാറ്റി നന്നായിട്ട് ദൂർത്തടിച്ച് ജീവിച്ച് അവസാനം യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും അവസാനം അതാത് നാട്ടിലെ ആ ജനങ്ങളുടെ സ്ത്രീകളെ നന്നായിട്ട് വിഭജിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള വിധിപ്രകാരം ആചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചടങ്ങാണ്, ഒരു ഡിവൈൻ ചടങ്ങാണ്, ഒരു മതപരമായ സാംസ്കാരികമായ ചടങ്ങാണ് ആര്യന്മാരുടെ
ഈ മതപരമായ അങ്ങനെ ഈ നടപടിക്രമങ്ങളെല്ലാം ഈ മതപരമായ അവരുടെ സാംസ്കാരികമായ ഈ പരിപാടികളെല്ലാം നമ്മൾ പറയുന്നത് ഒരുതരം ഡിവൈൻ തിയറി ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി പ്രകാരമുള്ള എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഈ ആക്ടിവിറ്റീസുകളെല്ലാം ഒരുതരം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണോ യജ്ഞങ്ങളും യാഗങ്ങളും ഈ കർമ്മങ്ങളും മതപരമായ ചടങ്ങുകളും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത്, ആ ദേശത്തെ ജനങ്ങളുടെ ഉള്ളിൽ അവരുടെ ബോധത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ ആര്യന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ജനങ്ങളെ ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ജനങ്ങൾക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നുകയും അത് ആ നാടിൻ്റെ, ആ സമൂഹത്തിൻ്റെ, ആ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും വെൽഫെയറിനും ആനന്ദത്തിനും വേണ്ടിയിട്ടാണ് ഇതെന്തെല്ലാം അവരെ തോന്നിപ്പിക്കുകയും അങ്ങനെ ഇവരെല്ലാം കുറേ കാലത്തേക്കാണെങ്കിലും സന്തോഷത്തെയും സമാധാനത്തോടെയും ആനന്ദത്തോടെയും ഇത് കണ്ടു നിൽക്കുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിവൈൻ തിയറിയും ഒരു ഇല്യൂഷൻ തിയറി എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെ ജനങ്ങളെ തന്ത്രപരമായിട്ട് കയ്യിലെടുത്തുകൊണ്ട് ചില ടെക്നിക്സും ഒരു ട്രിക്കും പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ ധനധാനാദ്യങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും എല്ലാം ദൂർത്തടിച്ച് സമൂഹത്തിൻ്റെ നിയമങ്ങളെയും കണ്ടീഷൻസിനെയും ആചാരത്തെയും മൊറാലിറ്റിയും എല്ലാം വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു സാമൂഹ്യ അവസ്ഥയും ഒരു കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ആര്യന്മാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ സമൂഹത്തിൽ ഇവർ എവിടെ താമസിക്കുന്നു ആ സമൂഹത്തിനകത്ത് മൊറാലിറ്റിയെയും നിയമങ്ങളെയും അല്ലെങ്കിൽ സാമൂഹ്യമായ കാര്യങ്ങളെയും എല്ലാ കണ്ടീഷൻസിനെയും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാത്തിനെയും വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരുതരം അനാർക്കിയും ഒരുതരം ഇമ്മോറൽ ആക്ടിവിറ്റീസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിനാകമാനം ഒരുതരം അരിക്ഷതാവസ്ഥ ഉണ്ടാവുകയും അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് പിന്നീട് കാലാന്തരത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതിലേക്ക് ഈ പറയുന്ന ആര്യന്മാരുടെ പദ്ധതി വന്നു ചേരുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിനകത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ആര്യന്മാർ ഇവരുടെ ഈ പറയുന്ന റിലീജിയസ് ആക്ടിവിറ്റീസുമായിട്ട് ഇവർ ഏതെല്ലാം സമൂഹത്തിൽ ഏതെല്ലാം ലൊക്കാലിറ്റിയിൽ അവർ പോവുകയും താമസിച്ചിട്ടുണ്ടോ. ഇപ്പോൾ മംഗോളിയൻ ദേശത്തിൽ നിന്നാണെങ്കിൽ യൂറേഷ്യയിലൂടെ ഉടനീളം യാത്ര ചെയ്ത് സ്റ്റെപ്പി പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് യൂറേഷ്യയിലെത്തുകയും ഏഷ്യാമേഖലയിൽ കുറേ നാൾ താമസിക്കുകയും അവിടെ നിന്ന് പോളണ്ടിലേക്ക് കിടക്കുകയും അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് കിടക്കുകയും ഇവിടങ്ങളിലെല്ലാം നൂറ്റാണ്ടുകളായിട്ട് ഇവർ താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം BC 4000 കൂടി അവർ സെൻട്രൽ ഏഷ്യ എത്തുകയും അവിടുന്ന് ഗ്രീസിൻ്റെ ഏരിയയിലേക്ക് എത്തുകയും സെൻട്രൽ ഏഷ്യയിൽ ഇവർ ഏകദേശം 2500 കാലം കുഴപ്പമില്ലാതെ താമസിക്കുകയും പിന്നീട് അവിടെ നിന്ന് ജൂതന്മാരായിട്ട് ഉള്ള ഇടപെടൽ പ്രശ്നം ഉണ്ടായതിനു ശേഷം സെൻട്രൽ ഏഷ്യയിൽ നിന്നും അവർ പല സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയും അതിൽ ഒരു വിഭാഗക്കാർ ഇന്ത്യയിൽ വരികയും ഇനി ഇന്ത്യയിൽ വന്നതിന് ശേഷം അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ വടക്ക് പടിഞ്ഞാറ് ദേശത്ത് വരികയും അങ്ങനെ ക്രമേണ അവരെ സെറ്റിൽ ചെയ്യുകയും ഈ സെറ്റിൽ ചെയ്ത ഏരിയയിലും ഇവർ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങളെയെല്ലാം മോശമാക്കുന്ന രീതിയിൽ ചതുർവർണ്ണയവും ബ്രാഹ്മണിസവും പ്രാക്ടീസ് ചെയ്ത് ഇൻഡസ് വാലിയിലെ ജനങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും എല്ലാം നശിപ്പിക്കുകയും അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ മന്ധാരത്തിലും അരിക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്ന ഒരു ബ്രാഹ്മണിക്കായിട്ടുള്ള ആര്യബ്രാഹ്മണിക് മൂവ്മെന്റിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ഈ ആര്യന്മാരുടെ പിൻഗാമികൾ ഈ പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും വിധിപ്രകാരം എന്താണ് പക്ഷിമൃഗാദികളെ ബലികഴിച്ചും ദൂർത്തടിച്ചും സ്ത്രീകളെ വിഭജിച്ചും അങ്ങനെ നാട് മുഴുവൻ നശിപ്പിച്ച് ബ്രാഹ്മണിസവും ചാതുർവർണ്ണയവും പ്രാക്ടീസ് ചെയ്യുന്ന ഏൻഷ്യൻ്റിലെ ആര്യന്മാരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ ഇന്ന് കാണുന്ന ബ്രാഹ്മണർ. ഇവരങ്ങനെ എല്ലാ ദിക്കുകളിലും ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും അവിടെ അവരുടെ ഡിവൈൻ തിയറി അനുസരിച്ച് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും അവർ ആര്യന്മാരായിട്ടും ദേവന്മാരായിട്ടും ദൈവങ്ങളായിട്ടും ബ്രാഹ്മണരായിട്ടും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാറി മാറി ഏത് പേരുകൾ അറിയപ്പെട്ടാലും ഈ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും ചെയ്ത് ദുർത്തടിക്കുകയും മൊറാലിറ്റി നശിപ്പിക്കുകയും അനാർക്കി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടെങ്കിൽ ഓരോ നാടുകളിലും അവിടുത്തെ സ്വയസിദ്ധമായ പ്രകൃതിയാൽ അവർ ജനങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന
അല്ലെങ്കിൽ സദാചാരത്തെയും അല്ലെങ്കിൽ മൊറാലിറ്റിയെയും ആചാരങ്ങളെയും നിയമങ്ങളെയും കണ്ടീഷനെയും എല്ലാം വയലേറ്റ് ചെയ്ത് പോരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ ഏതേത് ദേശത്ത് ചെല്ലുന്നുവോ ആ ദേശത്തിലുള്ള അവിടുത്തെ ജനങ്ങൾ ആർജിച്ചു വെച്ചിരിക്കുന്നു പരമ്പരാഗതമായി അവർ സ്വയസിദ്ധമായ നാച്ചുറലായിട്ട് അവർ നൈസർഗികമായിട്ട് ഓർഗനൈസ് വെച്ചിരിക്കുന്ന മൊറാലിറ്റിയെയും ഓർഡറിനെയും ഇൻറ്റഗ്രിറ്റിയെയും ഡിസിപ്ലിനെയും അതുപോലെ സാമൂഹികമായ ഹാർമണിയെയും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ആര്യന്മാരും ഈ ദേവന്മാരും ഈ ബ്രാഹ്മണരും ഇവർ ചെയ്യുന്ന യജ്ഞങ്ങളും യാഗങ്ങളും ദൂർത്തടികളും വ്യഭിചാരവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ നമ്മളെ പറയുന്ന ആര്യന്മാർ ഏതേത് ദേശത്ത് ചെല്ലുന്നുവോ നമുക്ക് ലോകത്തിൻ്റെ പൗരാണിക ചരിത്രം ഏൻഷ്യൻ്റ് ചരിത്രം നമുക്ക് നോക്കിയാൽ ഇവർ ഏത് ദേശത്ത് ചെല്ലുന്നോ അവിടെയുള്ള ചിന്തകന്മാരുടെയും ദാർശനികന്മാരുടെയും പ്രവാചകന്മാരുടെയും എല്ലാം ഫിലോസഫികളും ദർശനങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവർ എബ്രാമിക് ട്രഡീഷനകത്ത് വരുന്ന മോസസിൻ്റെ മോറൽ ഫിലോസഫിയും ഡിസിപ്ലിനെയും വയലേറ്റ് ചെയ്ത് പോരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പിൽക്കാലങ്ങളിൽ നമുക്ക് വരുന്ന ക്രൈസ്റ്റിൻ്റെ ഫിലോസഫി വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇബ്രാഹിം ട്രഡീഷനകത്തുള്ള മുഹമ്മദ് നബിയുടെ ഫിലോസഫി ഇവർ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യയിൽ അവർ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വന്നതിന് ശേഷം ചാർവാകന്മാരുടെ ഫിലോസഫിയും പൊളിറ്റിക്കൽ സയൻസും ഇവർ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിൽക്കാലങ്ങളിൽ നമ്മൾ കാണുന്ന വിശ്വപ്രസിദ്ധനായ ശ്രീബുദ്ധൻ്റെ മോറൽ ഫിലോസഫിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയും ദർശനമെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് കോൺഫ്ലിക്റ്റിലും ക്വാറലിലും യുദ്ധത്തിലേർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന രീതിയിൽ ഈ ആര്യന്മാരുടെ രൂപത്തിലും ദേവന്മാരുടെ രൂപത്തിലും ബ്രാഹ്മണരുടെ രൂപത്തിലും നമുക്ക് ഇന്നും കാണാം. ഇവർ മോഡേൺ സിവിലൈസേഷൻ്റെ സവിശേഷതകളെ അല്ലെങ്കിൽ മോഡേൺ സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഉദാഹരണം, മോഡേൺ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളായിരിക്കുന്ന മനുഷ്യൻ്റെ ഹ്യൂമൻ റീസനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ഇവർ പ്രധാനപ്പെട്ട ഐഡിയോളജിയിൽ അയക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളെ വയലേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. വെൽഫെയർ സങ്കല്പങ്ങളെ വയലേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേൾഡ് വൈഡായിട്ട് നമ്മൾ അംഗീകരിച്ചിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഐഡിയൽസ് ആയിരിക്കുന്ന ഇക്വാളിറ്റിയെയും ഫ്രാറ്റേണിറ്റിയെയും ഫ്രീഡത്തെയും അതുപോലെ ജസ്റ്റിസ് സങ്കല്പത്തെയും ഇവരെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവർ ഏതേത് ദേശത്താണോ ജീവിക്കുന്നത്, ഇപ്പം മംഗോളിയയാണെങ്കിലും പിന്നീടുള്ള യുറേഷ്യ പ്രദേശങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈ ദേശത്തെല്ലാം അവർ താമസിക്കുമ്പോൾ അതാത് ദേശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അവർ റിലീജിയസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് അതാത് ജനങ്ങളിൽ നിന്ന് ധനവും മറ്റ് സമാഹരണവും സമാർജിച്ച് അവിടുത്തെ ജനങ്ങളുടെ സൗകര്യങ്ങളെല്ലാം ദൂർത്തടിച്ച് ജനങ്ങളെ മോശമാക്കിക്കൊണ്ട് സ്ത്രീകളെ വിഭജിച്ച് അങ്ങനെ കാലക്രമേണ ആ സമൂഹമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന എന്തെങ്കിലും മോറലിസം പ്രാക്ടീസ് ചെയ്ത് ആ സമൂഹത്തിൽ അനാർക്കി ക്രിയേറ്റ് ചെയ്തത് മോറലും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലായിട്ട് അടുത്ത ജനങ്ങളായിട്ട് ക്വാറലിൽ ഏർപ്പെടുകയും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ആ ജനങ്ങളായിട്ട് എപ്പോഴും ഒരു ടഗോവാറിൽ എപ്പോഴും ഒരു യുദ്ധ സ്വഭാവമുള്ള ഇടപെടൽ വരുന്നുകൊണ്ട് ഈ കോൺട്രഡിക്ഷനെ അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് പലായനം ചെയ്യുകയും അവിടെ മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് പലായനം ചെയ്യും. അങ്ങനെ 7ഓളം ലൊക്കാലിറ്റിയിലേക്ക് ഇവർ പലായനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു വളണ്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു യാത്രയല്ല, നേരെ മറിച്ച് ഓരോ സമൂഹത്തിലും അവർ ഏർപ്പെടുന്ന കോൺഫ്ലിക്റ്റുകളുടെയും ക്വാറൽസിൻ്റെയും ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ അവർ മംഗോളിയൻ ദേശത്തുനിന്ന് അങ്ങനെ യുറേഷ്യ കടന്ന് സെൻട്രൽ ഏഷ്യ കടന്ന് പല ഏരിയകളിലേക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ വരാനെടുത്ത സമയം എന്നുണ്ടെങ്കിൽ ഏകദേശം 7000 വർഷത്തോളം അവർ എടുത്തു എന്നുള്ളതാണ്. ഇതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ചെല്ലുന്നിടത്തെല്ലാം അതാത് ദേശത്ത് അവരവിടുത്തെ സിവിലൈസേഷനെ നശിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മൊറാലിറ്റി, അതിൻ്റെ ഓർഡർ, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ കണ്ടീഷൻസ്, ആ സിവിലൈസേഷനിലെ ജനങ്ങളുടെ സദാചാരം, മതം,
അതുപോലെ അവർ ട്രഡീഷണലായിട്ട് ആർജിച്ചു വെച്ചിരിക്കുന്ന അവർ നൈസർഗികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കാഴ്ചപ്പാട്, അവരുടെ ദർശനങ്ങൾ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ആ സിവിലൈസേഷൻ മൊത്തമായിട്ട് ഒരു നാശത്തിന്, ഒരു ഡിസ്ട്രക്ഷന് വിധേയമാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ സിവിലൈസേഷനെയും നശിപ്പിച്ചുകൊണ്ടാണ് ഒരു 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 ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് അവർ യാത്ര ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ എല്ലാ ലൊക്കേഷനിലും ഇവരെ നീങ്ങുന്നതിന് ശേഷം ഓരോ സിവിലൈസേഷനെയും നശിപ്പിക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇവർ ഏൻഷ്യൻ്റ് ചരിത്രത്തിനകത്ത് എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഇപ്പോൾ മോസസിൻ്റെ ഫിലോസഫി വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിസ്തുദേവൻ്റെ ഫിലോസഫി വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഫിലോസഫി വയലേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വരിക കാണുകയാണ് ചർവാകന്മാരുടെ ദർശനവും അതിൻ്റെ ഫിലോസഫി വയലേറ്റ് ചെയ്യുക. അതുപോലെ വിശ്വപ്രസിദ്ധനായി തീർന്ന ശ്രീബുദ്ധൻ്റെ ദർശനവും ഫിലോസഫിയും സംസ്കാരവും റിലിജനും എല്ലാം വയലേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരെവിടെയെല്ലാം ചെല്ലുന്നോ, ഏത് സിവിലൈസേഷൻ്റെ കോണ്ടാക്ട് ചെയ്യുന്നോ അവർ ആ സിവിലൈസേഷനെ ആപാദചൂടം നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ ഈ ആര്യന്മാരുടെ പൊതുവെയുള്ള മൊത്തത്തിലുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവർ സിവിലൈസേഷനെ സൃഷ്ടിക്കുന്ന ഒരു കൾച്ചറുള്ള ആളുകളായിട്ട്, വിഭാഗക്കാരായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് സിവിലൈസേഷനെ സൃഷ്ടിക്കുന്നതോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതോ നിലനിർത്തുന്ന ഒരു സംസ്കാരമോ കാഴ്ചപ്പാടോ ദർശനങ്ങളോ ഇടപെടലല്ല. നേരെ മറിച്ച് ഇവർക്ക് ഒരു സിവിലൈസേഷനെ സൃഷ്ടിക്കുന്നതിനോ നിലനിർത്തുന്ന കഴിവില്ലാത്തവരാണ്. സാംസ്കാരികപരമായിട്ട് ഇവർക്ക് അതിന് കഴിവില്ല. നേരെ മറിച്ച് ഇവർ സിവിലൈസേഷനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ വിധേയമാക്കുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ്, ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഫോഴ്സ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവർ ഈ ആര്യന്മാർ എന്ന് പറയുന്ന ആര്യന്മാരായിട്ടും ദേവന്മാരായിട്ടും ബ്രാഹ്മണരായിട്ടും നമ്മൾ കാണുന്നത് ഇവർ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും എല്ലാ കോണ്ടക്സ്റ്റിലും ഇവരൊരു ആൻറ്റി സിവിലൈസേഷണൽ ഫോഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാം. അതായത് ഒരു ആൻറ്റി സിവിലൈസേഷണൽ ആയിട്ടുള്ള ഫോഴ്സായിട്ട് ഇവർ ജീവിക്കുകയും ഏതെല്ലാം സിവിലൈസേഷനിൽ ഇവർ ചെല്ലുന്നു ആ സിവിലൈസേഷനിൽ ഒരു ഇത്തിക്കണ്ണിയായിട്ട്, ഒരു ഒക്ടോപ്പസിനെ പോലെ ഒരു ഇത്തിക്കണ്ണിയായിട്ട് ആ സിവിലൈസേഷനോട് ചേർന്ന് നിൽക്കുകയും അങ്ങനെ ആ സിവിലൈസേഷൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളും നുകർന്നുകൊണ്ട് ആ സിവിലൈസേഷൻ്റെ എനർജിയും രക്തവും സ്പിരിറ്റെല്ലാം ഊറ്റിക്കുടിച്ചതിന് ശേഷം ആ സിവിലൈസേഷനെ നശിപ്പിക്കുന്ന ഒരു ആൻറ്റി സിവിലൈസേഷണൽ ഒക്ടോപ്പസ്, ഒരു ഇത്തിക്കണ്ണിയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ.